ഇതുപോലൊരു ദിവസം ഉച്ചതിരിഞ്ഞ നേരത്ത് ഇവിടെ വെച്ചൊരു പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്നു. അത് വേറെ എന്തോ കാര്യത്തിൽ കൂടിയതാണ്. അവിടെ പെട്ടെന്ന് നിങ്ങളിൽ ആരോ ചോദിച്ചു ഈ PMCയെ പറ്റി. ചോദ്യം പെട്ടെന്ന് വന്നു, ഉത്തരവും ഞാൻ പെട്ടെന്ന് പറഞ്ഞു. NEP-യുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് PMC എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഇടപെടും മുമ്പ് ഗവൺമെന്റ് 2 വട്ടം ചിന്തിക്കണം എന്നാണ് CPI പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ നിലപാടാണ്. കടുത്ത ഭാഷയിലല്ലെങ്കിലും വ്യക്തമായി CPI പറഞ്ഞു. കാരണം NEP എന്ന് പറയുന്നത് എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. NEP-യുടെ രേഖകൾ പ്രകാരമുള്ള ഒരു 6 പില്ലേഴ്സിന്റെ പരാമർശമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പില്ലർ കരിക്കുലമാണ്, പെഡഗോഗിയാണ്, സിലബസാണ്, ഇൻഫ്രാസ്ട്രക്ചറും മറ്റുമൊക്കെ പുറകെ വരുന്നുണ്ട്. പക്ഷെ ഏറ്റവും മുഖ്യമായ കാര്യം ഇതാണ്: പുത്തൻ തലമുറയെ വാർത്തെടുക്കുന്ന പാഠ്യപദ്ധതിയെ, അധ്യയന ശാസ്ത്രത്തെ, പെഡഗോഗിയെ എല്ലാം സ്വാധീനിക്കും വിധമുള്ള ഒന്നാണ് BJP ഗവൺമെന്റ്. അതും കൂടി അറിയണം. BJP ഗവൺമെന്റ് ഷോക്ക് കേസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ആ ഷോക്ക് കേസിന് വേണ്ടിയാണ് PMC എന്ന് അവർ തന്നെ പറയുന്നു. കേസിന് വേണ്ടിയാണ് ഈ പറയുന്ന PMC എന്ന് അവർ തന്നെ പറയുന്നു. ചെറിയ കാര്യമാണോ അത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ ബോധം പറഞ്ഞത് അത് ഗൗരവമായി കണ്ട കാര്യമാണെന്നാണ്. ഇതാണ് ഞങ്ങൾ സ്നേഹപൂർവ്വം അന്ന് ഒറ്റ വാക്കിൽ അറിയിക്കാൻ ശ്രമിച്ചത് ഗവൺമെന്റിനെ. ആ നിലപാട് ഞാൻ ഓർക്കട്ടെ. ആദ്യം അതിനോട് കടുത്ത ഭാഷയിൽ വിയോജിച്ച സഖാവ് V. ശിവൻകുട്ടി ഞങ്ങളുടെ എല്ലാ സഖാവാണ്, ഉറ്റ സുഹൃത്താണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ശിവൻകുട്ടിയെ പറ്റി ആദരവുണ്ട്. ആ ശിവൻകുട്ടി പെട്ടെന്ന് പ്രകോപനം പറ്റിയ ഭാഷയിൽ പ്രതികരിച്ചെങ്കിൽ പോലും അദ്ദേഹം വളരെ വേഗം ആ നിലപാട് തിരുത്തി. അദ്ദേഹം ഇടതുപക്ഷ നേതാവിൻ്റെ ഭാഷയിൽ അതേപ്പറ്റി പ്രതികരിച്ചു. പിന്നീട് അതെല്ലാം കേരളം കണ്ട കാര്യമാണ്. ഇതൊന്നും പഴയ കാര്യങ്ങളുമല്ല, പാടെ മറന്നുപോകാൻ സമയമായിട്ടില്ല. അതെല്ലാം ഇരിക്കെയാണ് ഈ പറയുന്ന അസ്വാഭാവികമായ തിരക്കോടുകൂടി, അൺയൂഷ്വൽ ഹേസ്റ്റ് എന്ന് പറയും, അതോടുകൂടി വാഗ്ദാനം ചെയ്യപ്പെട്ട ചർച്ചയില്ലാതെ, ആലോചനയില്ലാതെ, നയപരമായ സംവാദങ്ങളില്ലാതെ, ക്യാബിനറ്റിലോ LDF-ലോ ഒരു വർത്തമാനം പോലും പിന്നീട് പറയാതെ ഒരു ഉദ്യോഗസ്ഥ പെട്ടെന്ന് ഡൽഹിയിൽ ലാൻഡ് ചെയ്യുന്നു. ആ ഉദ്യോഗസ്ഥ ഒപ്പുവെക്കുന്നു. ഒപ്പുവെച്ച പിറ്റേ നിമിഷം കേന്ദ്ര BJP ഗവൺമെന്റ് അതിനെ പുകഴ്ത്തുന്നു. അതിനെ ABVP പുകഴ്ത്തുന്നു. അതിനെ BJP വാഴ്ത്തുന്നു. ഇതെല്ലാം ഉണ്ടായി ഇവിടെ. ഞാൻ സഖാവ് EMSനെ ഓർത്തു പോകുന്നു. ഇപ്പോൾ സഖാവ് EMS അന്ന് പറഞ്ഞു, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ വായിച്ച പ്രസ്താവനയാണത്. ഇത് അന്ന് പറഞ്ഞു, എന്നെ മനോരമയോ മാതൃഭൂമിയോ പിന്തുണച്ചാൽ അപ്പോൾ ഞാൻ ചിന്തിക്കും എന്തോ തെറ്റ് ഞാൻ പറഞ്ഞുവെന്ന്. ഞാൻ വായിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിയായിരിക്കും, സ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ. ഇവിടെ ആദ്യം പിന്താങ്ങിയത് BJP-യാണ്, പിന്നെ ABVP-യാണ്, പിന്നെ RSS ആണ്, പിന്നെ അവർ നിയന്ത്രിക്കുന്ന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ്. അതുകൊണ്ട് സംതിങ് ഈസ് റോങ് വിത്ത് ദ PMC ആൻഡ് NEP. അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവശ്യപ്പെട്ടത് ആവശ്യമായിട്ടുള്ള ചർച്ചകൾ വേണം, വ്യക്തത വേണം, സംവാദങ്ങൾ വേണം. ഉണ്ടാകാതെ പോകുന്ന ഈ തിരക്കെന്തിനു വേണ്ടിയാണ്? Why this unusual haste? And for what?
എന്തുകൊണ്ട്, എന്തിനു വേണ്ടി, അത് മനസ്സിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല എല്ലാ വിദ്യാഭ്യാസ ബന്ധുക്കൾക്കും പ്രയാസമുണ്ട്. ഇതാണ് വിഷയം. ഞാൻ ദീർഘമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു പോകുന്നില്ല വിഷയത്തെപ്പറ്റി. കരിക്കുലവും സിലബസും പെഡഗോഗി എന്ന് പറഞ്ഞാൽ കൊച്ചു കാര്യമല്ല. അതാണ് ഭാവി തലമുറയുടെ ബോധത്തെ തീരുമാനിക്കുന്നത്. കോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ തുടക്കവാചകം അതാണ്. The destiny of India is being framed in her classrooms എന്നാണ് ആരംഭിക്കുന്നത്. നാടിൻ്റെ ഭാഗധേയം, ഭാവി രൂപം കൊള്ളപ്പെടുന്നത് ക്ലാസ് മുറികൾ തന്നെയാണെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ക്ലാസ് മുറിയെയാണ് പിടിക്കുന്നത് RSS BJP. ക്ലാസ് മുറിയെ പിടിക്കുകയാണ്, പുത്തൻ തലമുറയെ പിടിക്കുകയാണ്. ക്യാഷ് ദം യങ് എന്ന ഹിറ്റ്ലർ വാക്കുണ്ട്. ക്യാഷ് ദം യങ്, ചെറുപ്പത്തിലെ പിടികൂടുക. അതുകൊണ്ട് BJP ഗവൺമെൻറ്റിന് അധികാരം കിട്ടിയ അന്ന് മുതൽ വലിയ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയെ അവർ വർഗീയവൽക്കരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമം തുടരുകയാണിപ്പോൾ. അതേപ്പറ്റി CPIക്ക് ബോധ്യമുണ്ട്, CPMനും ബോധ്യമുണ്ട്. CPIക്കും CPMനും ലെഫ്റ്റിനാകത്തന്നെയും സെക്യുലർ വാല്യൂസിൻ്റെ എല്ലാ ബന്ധുക്കൾക്കും ഫെഡറൽ തത്വങ്ങളെ മാനിക്കുന്നവർക്കെല്ലാം ബോധ്യമാണ് ഇക്കാര്യം. ഞങ്ങളുടെ ഗവൺമെന്റ് ബോധ്യമാണ് അക്കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.